ഒഞ്ചിയത്ത് RMB ലീഗിന്റെ പിന്തുണയോടെ ഭരണം പിടിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി PV കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ആകെയുള്ള 17 സീറ്റുകളിൽ 6 എണ്ണമായിരുന്നല്ലോ RMBക്ക് ഉണ്ടായിരുന്നത്, 4 എണ്ണം കോൺഗ്രസിനും. മറ്റ് കക്ഷിനില എന്തായിരുന്നു? നിലവിൽ എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് അവിടെ പുരോഗമിച്ചത്? അരുൺ, ഒഞ്ചിയത്ത് ഒടുവിൽ പ്രതീക്ഷ തന്നെ സംഭവിച്ചു. എന്നാൽ വളരെ നാടകീയമായും വളരെ തന്ത്രപരമായാണ് ഇത്തവണ RMB UDF-മായുള്ള സഖ്യം വിജയിപ്പിച്ചെടുത്തത്. RMBക്ക് 6 സീറ്റാണ് ഉണ്ടായിരുന്നത്, CPIM-ന് 7 സീറ്റ് ഉണ്ടായിരുന്നു, UDF-ന് 4 സീറ്റ് ഉണ്ടായിരുന്നു. ഇതിൽ ലീഗിന് 2 സീറ്റും അതുപോലെ തന്നെ കോൺഗ്രസിനും JDU-നും ഓരോ സീറ്റ് വീതമാണ് ഉണ്ടായിരുന്നത്. ആ സീറ്റിനകത്ത് കൃത്യമായും തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ അംഗം പ്രശാന്തും അതുപോലെ തന്നെ ജനതാദൾ യുവിൻ്റെ അംഗം രതി ദേവിയും തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ 2 മുസ്ലിം ലീഗ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. റഫീസ നൌഷാദ്, യൂസഫ് കൊല്ലൻ്റെവിട എന്നിങ്ങനെ 2 മുസ്ലിം ലീഗ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ 2 പേരുടെയും വോട്ട് വളരെ നിർണായകമായ ഘട്ടത്തിൽ RMBക്ക് 2 ലീഗ് അംഗങ്ങളുടെയും വോട്ട് RMBക്ക് നൽകിയായിരുന്നു. അങ്ങനെ 6 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന RMB ലീഗിന്റെ 2 വോട്ടിന്റെ പിന്തുണയോടുകൂടി 8 സീറ്റ് നേടി ഇവിടെ ഒഞ്ചിയം പഞ്ചായത്തിൽ ഭരണത്തിൽ വന്നിരിക്കുന്നു. RMBയുടെ കവിതയാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതിന് പ്രത്യുപകാരമായി ചോറോട് പഞ്ചായത്തിൽ CPIM-നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി LDF-നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അവിടെ RMBക്ക് ഉണ്ടായിരുന്ന 2 സീറ്റ്, ആ 2 സീറ്റ് UDF-ന് മറിച്ചു നൽകുകയും അവിടെ RMB പിന്തുണയോടുകൂടി UDF അധികാരത്തിൽ വരികയും ചെയ്തു. വളരെ തന്ത്രപരവും ഇതുവരെ RMB പറഞ്ഞു ചേർന്ന എല്ലാ രാഷ്ട്രീയ വിശുദ്ധിയും അങ്ങനെ അവകാശപ്പെട്ടിരുന്ന 2 പക്ഷത്തിനും എതിരായുള്ള പുതിയ ബദൽ എന്ന് അവകാശപ്പെട്ടിരുന്ന ആ അവകാശവാദങ്ങളെല്ലാം പൊളിയുന്ന തരത്തിലുള്ള സഖ്യമാണ് ചോറോടും ഒഞ്ചിയത്തും RMB നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി CPIM-ന്റെ മുതിർന്ന നേതാവും ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ സംസാരിക്കാം. സർ, ഒഞ്ചിയത്ത് ഇത്തവണയും CPIM-ന് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. RMB വളരെ തന്ത്രപരമായ രീതിയിൽ ഭരണത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. എന്താണ് CPIM-ന്റെ പ്രതികരണം? RMB നേതൃത്വം അവസാന നിമിഷം വരെ പറഞ്ഞത് UDF-ന്റെ പിന്തുണയോടുകൂടി ഞങ്ങൾ അധികാരത്തില്ല എന്നാണ്. പക്ഷേ തികച്ചും നാടകീയമായി അട്ടിമറി നടത്തി അവരുടെ പ്രഖ്യാപന നയത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് പരസ്യമായി UDF-ലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗുമായി യോജിച്ചുകൊണ്ട് അവർ ഒഞ്ചിയത്ത് ഭരണത്തിലെത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി RMB നേതൃത്വം കഴിഞ്ഞ കാലങ്ങളിൽ രഹസ്യമായാണ് UDF-മായി സഖ്യത്തിലേർപ്പെട്ടതെങ്കിൽ ആ സഖ്യം മറന്നേക്കി പരസ്യമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPIM-നെതിരായി എല്ലാ കുൽസിർ പ്രവൃത്തിയും നടത്തിയിട്ടുള്ള RMB ഇപ്പോൾ പരസ്യമായി UDF-മായി ബന്ധത്തിലേർപ്പെട്ടുകൊണ്ട് UDF-ന്റെ ഘടകകക്ഷിയായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഒഞ്ചിയത്ത് കാണാൻ കഴിയുന്നത്. അരുൺ, RMB UDF-ന്റെ ഘടകകക്ഷിയായി മാറിയെന്ന ആ സ്ഥിതിയാണുള്ളതെന്നാണ് CPIM ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും ഒഞ്ചിയം രാഷ്ട്രീയത്തിൽ വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അരുൺ.